ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. കഴിഞ്ഞ രണ്ട് മത്സരങ്ങളിലും അർജന്റീന ബുദ്ധിമുട്ടിയതുപോലെ ഇന്നത്തെ മത്സരത്തിലും അർജന്റീനക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വന്നിരുന്നു. പ്രത്യേകിച്ച് രണ്ടാം പകുതിയിൽ മികച്ച പ്രകടനമാണ് സ്വിറ്റ്സർലൻഡ് നടത്തിയത്. അതിൻ്റെ ഫലമായിക്കൊണ്ട് ഒരു ഗോൾ അവർ നേടുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് എംബോളോ റെഡ് കാർഡ് വഴങ്ങിക്കൊണ്ട് പുറത്തു പോയതോടുകൂടി കാര്യങ്ങൾ അർജന്റീനക്ക് അനുകൂലമായി. മത്സരത്തിലേക്ക് അർജന്റീന പിന്നീട് തിരിച്ചു വന്നു, 2 ഗോളുകൾ നേടിക്കൊണ്ട് വിജയം സ്വന്തമാക്കുകയും ചെയ്തു. ഇതേക്കുറിച്ച് റൊമേറോ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട്. അതായത് എപ്പോഴും അർജന്റീനയ്ക്ക് ഏറ്റവും മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ കളിക്കളത്തിൽ സർവ്വതും തങ്ങൾ സമർപ്പിക്കും, തങ്ങളുടെ ഏറ്റവും മികച്ചത് സമർപ്പിക്കും എന്നൊക്കെയാണ് ക്രിസ്റ്റ്യൻ റൊമേറോ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഈ അർജന്റീന ടീമിന്റെ കാര്യത്തിൽ ഞാൻ ഒരുപാട് അഭിമാനം കൊള്ളുന്നു. ചില സമയത്ത് നമുക്ക് നമ്മുടെ ഏറ്റവും മികച്ച പ്രകടനം നടത്താൻ കഴിഞ്ഞു എന്ന് വരില്ല, പക്ഷേ ഞങ്ങളുടെ ആത്മാവിനെ തന്നെ കളിക്കളത്തിൽ സമർപ്പിക്കും. അവസാന മിനിറ്റ് വരെ വിട്ടു നൽകാൻ മനസ്സില്ലാതെ ഞങ്ങൾ പോരാടും. ഞങ്ങൾ നന്നായി കളിച്ചുവോ മോശമായി കളിച്ചുവോ എന്നുള്ളതല്ല, മറിച്ച് എപ്പോഴും ഞങ്ങളുടെ സർവ്വതും കളിക്കളത്തിൽ ഞങ്ങൾ സമർപ്പിക്കും, ഹൃദയം നൽകിക്കൊണ്ട് കളിക്കും. അതാണ് ഇന്നത്തെ മത്സരത്തിലും നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഞങ്ങൾ സെമി ഫൈനലിന് യോഗ്യത നേടി, അതാണ് ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഇനിയിപ്പോൾ 1-2 സ്റ്റെപ്പ് കൂടി ഞങ്ങൾക്ക് മറികടക്കേണ്ടതുണ്ട്. വേൾഡ് കപ്പിലെ ഞങ്ങളുടെ പ്രകടനത്തിൽ ഞങ്ങൾ ഹാപ്പിയാണ്. ഇതാണ് ക്രിസ്റ്റ്യൻ റൊമേറോ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അർജന്റീനയുടെ പ്രതിരോധ നിരയിൽ മികച്ച പ്രകടനം നടത്താൻ ക്രിസ്റ്റ്യൻ റൊമേറോക്ക് സാധിച്ചിരുന്നു. പലപ്പോഴും സ്വിറ്റ്സർലൻഡ് നല്ല ആക്രമണങ്ങൾ നടത്തിയപ്പോൾ ക്രിസ്റ്റ്യൻ റൊമേറോയുടെ മികച്ച ഇടപെടലുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ ഇംഗ്ലണ്ടാണ് അർജന്റീനയുടെ എതിരാളികൾ. ആ മത്സരത്തിലും വലിയ ഒരു വെല്ലുവിളി തന്നെയായിരിക്കും അർജന്റീനക്കും അവരുടെ പ്രതിരോധ നിരക്കും നേരിടേണ്ടി വരിക. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.